പരലോകത്ത് സാക്ഷി നിൽക്കുന്ന ഒന്നാമത്തെ സാക്ഷി ഏതെന്നറിയോ? വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ. കിറാമൻ കാതിബീൻ, അല്ലാഹുവിന്റെ മലായിക്കത്തുകളിൽ ഒരു വിഭാഗത്തിന്റെ ഡ്യൂട്ടി കിറാമും കാതിബീങ്ങളാണ്, ബഹുമാന്യരായ റിപ്പോർട്ടർമാരാണ്. കിറാമുൻ കാത്തിബ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട റിപ്പോർട്ടർ എന്നാണ്. നമ്മുടെ ചാനൽ റിപ്പോർട്ടർമാരുടെ കാര്യമല്ല ഈ പറയുന്നത്. മക്കളെടാ ചുമ്മാരിക്കടേ, സംസാരിക്കരുത്, ശ്രദ്ധിച്ചിരിക്കും. ഈ ചാനൽ റിപ്പോർട്ടർമാരുടെ കാര്യമല്ല പറയുന്നത്. അവര് മാങ്ങാന്ന് പറഞ്ഞാൽ എഴുതുന്ന തേങ്ങാന്നായിരിക്കും. അതങ്ങനെയാണ് സ്വാഭാവികമായിട്ടുണ്ടാവുക. ചാനലുകാർ എഴുതുന്നത് ശരിയല്ലല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ എഴുതുന്നതിൽ ഒരക്ഷരം പോലും കള്ളമില്ല. അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹു പേര് കൊടുത്തത് കിറാമുൻ കാത്തിബീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാന്യരായ റിപ്പോർട്ടർമാർ. അവർക്ക് ബഹുമാനം അർഹിക്കുന്നുണ്ട്, അവര് ബഹുമാനം അർഹിക്കുന്നുണ്ട്. അല്ല പറയുന്നു കിറാമൻ കാത്തിബീന യഅലമൂന മാ തഫഅലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്നതായ കിറാമും കാത്തിബീങ്ങൾ എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ആ രേഖപ്പെടുത്തുന്ന മലായിക്കത്തുകൾ നാളെ പരലോകത്തെ സാക്ഷികളാകുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇൻഫിത്താറിൽ അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്ന ലില്ലാഹി മലായിക്കത, അള്ളാഹുവിന് ചില മലായിക്കത്തുകളുണ്ട്, പടച്ചവന് ചില മലക്കുകളുണ്ട്. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹിയെത്തിച്ചു കൊടുക്കുന്ന ജിബ്രീൽ എന്ന മലക്ക് മാത്രമല്ലല്ലോ, മഴയും ഇടിയും മിന്നും കാറ്റുമെല്ലാം സൃഷ്ടിക്കുന്നതിന് എല്ലാ ചുമതലകളും എടുത്തു കൊടുത്തിട്ടുള്ള മീകായിൽ മാത്രമല്ലല്ലോ മലക്കുകളുടെ കൂട്ടത്തില്. സൂറന്ന കാഹളത്തിൽ ഓതുന്ന ഇസ്രാഫീല് മാത്രമല്ലല്ലോ, റൂഹ് പിടിക്കുന്ന ഇസ്രാഹീല് മാത്രമല്ലല്ലോ, നന്മ തിന്മകൾ എഴുതുന്ന റഖീബ് അതീദ് എന്ന് പറയുന്ന മലായിക്കത്തുകളും ഉണ്ടല്ലോ. നന്മകൾ എഴുതുന്ന റഖീബും തിന്മകൾ എഴുതുന്ന അതീദും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്ന മുൻകർ നക്കീറുമുണ്ടല്ലോ. നരകത്തെ കാക്കുന്ന മലക്കുണ്ടല്ലോ, മലക്ക് മാലിക്. സ്വർഗത്തെ കാക്കുന്ന മലക്കുണ്ടല്ലോ, മലക്ക് റിളവാൻ. ഇങ്ങനെ ഒരുപാട് മലായിക്കത്തുകളുടെ വിഭാഗത്തെ ഖുർആന് പരിചയപ്പെടുത്തുമ്പോ അർശെന്ന സിംഹാസനത്തിന് ചുമക്കുന്ന മലായിക്കത്തുകളുണ്ട്. അതുപോലെ നമ്മളെ ഹഫളത്തിന്റെ പ്രൊട്ടക്ട് ചെയ്യുന്ന മലായിക്കത്തുകളുമുണ്ട്. ഒരു വിശ്വാസി ഒരു കുഴിയിൽ വീഴാതെ, ഒരു അപകടത്തിൽ വീഴാതെ, ഒരു ആപത്തിൽ വീഴാതെ ആ വിശ്വാസിയെ സംരക്ഷിക്കുന്ന ഹഫളത്തിന്റെ മാലാകമാരുമുണ്ട്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്ന ലില്ലാഹി മലായിക, അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഡ്യൂട്ടി എന്തെന്നറിയോ? യഅരിഫൂന അഅമാല ബനി ആദമ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെല്ലാം അവരറിയുകയാണ്. ഒരു അടിമയിലേക്ക് അവരിങ്ങനെ സൂക്ഷ്മതയോടെ നോക്കുമ്പോൾ, ഒരു അടിമ ആണാകട്ടെ പെണ്ണാകട്ടെ സൂക്ഷ്മതയോടെ മലക്കുകൾ നോക്കുമ്പോൾ ആ മലക്കുകൾക്ക് കാണാൻ പറ്റുന്നത് അള്ളാഹുവിനോടുള്ള ഇബാദത്താണെങ്കിൽ, അള്ളാഹുവിനോടുള്ള വണക്കമാണെങ്കിൽ, അവന് വേണ്ടിയിട്ടുള്ള സുജൂദാണെങ്കിൽ ആ മലക്കുകൾ എന്താ പറയുന്നതെന്നറിയോ? വഖാലൂ, അവര് പറയുന്നു ഇന്നയാള് ഇന്നലെ രാത്രി വിജയിച്ചിരിക്കുകയാണ്, ഇന്ന സ്ത്രീ ഇന്നലത്തെ രാത്രിയിൽ വിജയിച്ചിരിക്കുകയാ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു സുഹൃതം ചെയ്യുമ്പോൾ ഈ അനുഗ്രഹീതമായ സദസ്സിൽ നിങ്ങൾ വന്നിരുന്നല്ലോ. ഈ ഇരുത്തം അല്ലാഹുവിന്റെ മാലാഖമാര് രേഖപ്പെടുത്തുകയാ. ഈ മലായിക്കത്തുകൾ അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ സാക്ഷികളായി വരേണ്ടതാണ്. ഇന്ന ആള്, ഇന്ന വ്യക്തി, ഇന്ന കുടുംബത്തിലെ ഇന്നയാളിന്റെ മകൻ, ഇന്ന വ്യക്തി ഇന്ന തീയതിയില് ഇന്ന പള്ളിയുടെ മുറ്റത്ത് ഇന്ന മഹാനായ ശൈഖിന്റെ പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയില് അയാള് സാന്നിധ്യം കൊണ്ട് ആ സദസ്സിനെ സമ്പന്നമാക്കി എന്ന് സാക്ഷി നിൽക്കാൻ അല്ലാഹുവിന്റെ മലായിക്കത്തുകളുണ്ട്. അതാണ് റസൂലുള്ള പറയുന്നത്. ഇന്നത്തെ രാത്രി നോക്കിയിട്ട് മലായിക്കത്തുകൾ പറയുകയാണ്, അഫ്ലഹൽ ലൈലത ഫുലാൻ, ഇന്നയാൾ
ഇന്നയാള് വിജയിച്ചിരിക്കുകയാ. അതെങ്ങോട്ട് നോക്കി കിട്ടാ പറയുന്നത്? ദീനീ മജ്‌ലിസുകളിലേക്ക് നോക്കി കിട്ടാ പറയുന്നത്. ദിക്റിന്റെ മജ്‌ലിസിലേക്ക് നോക്കി കിട്ടാ പറയുന്നത്. സ്വലാത്തിന്റെ മജ്‌ലിസുകളിലേക്ക് നോക്കി കിട്ടാ പറയുന്നത്. അല്ലാഹുവിന്റെ പള്ളിയുടെ ഉള്ളറകളിലേക്ക് നോക്കി കിട്ടാ പറയുന്നത്. അവിടെയും റസൂലുള്ളാഹി ഒന്ന് പറഞ്ഞു, വഇദാ നളറു അബ്ദിനി യഅമലു ബിമഅസിയത്തില്ലാ. ഹറാമായ രീതിയിൽ ഗാനി പോകുന്ന ചെറുപ്പക്കാരാ, അതുപോലെ അത് പള്ളിയുടെ പേരിലാകട്ടെ, ഉറൂസിന്റെ പേരിലാകട്ടെ, ചന്ദനക്കുടത്തിന്റെ പേരിലാകട്ടെ, ഏത് പേരിലാണെങ്കിലും ഇനി ആരത് സംഘടിപ്പിച്ചാലും, ഏത് കമ്മിറ്റിക്കാർ സംഘടിപ്പിച്ചാലും, തോന്നിയാസങ്ങളിലേക്ക് ഒഴുകുന്ന ജനങ്ങളെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പറയുന്നത്, ഹലക്കൽ ലൈലത ഫുലാ, ഇന്നലത്തെ രാത്രിയിൽ അവനെ നശിച്ചിരിക്കുകയാണ്, അവനെ നശിച്ചിരിക്കുകയാ, അവൻ നശിച്ചിരിക്കുകയാണ് എന്ന് മലായിക്കത്തുകൾ പറയുമെന്ന് അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഒന്നാമത്തെ സാക്ഷി നമ്മൾ എന്ത് ചെയ്താലും മലായിക്കത്തുകൾ സാക്ഷിയാണ്. നാളെ അള്ളാന്റെ കോടതിയിൽ അവര് സാക്ഷി നിൽക്കും. ഈ ഭൂമിയിൽ അവര് വിളിച്ചു പറയും, നമ്മുടെ അമലുകൾ കാണുമ്പോ ഇന്നലത്തെ രാത്രിയിൽ അവൻ വിജയിച്ചു, ഇന്നലത്തെ രാത്രിയിൽ അവനെ പരാജയപ്പെട്ടു. ഇത് മലായിക്കത്തുകൾ പറയുന്നതാണ്. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. സഹോദരങ്ങളെ, ഈ മലായിക്കത്തുകൾ അള്ളാഹു കൊടുത്ത ഡ്യൂട്ടി, അവരുടെ ആ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴെന്നറിയോ? എപ്പോഴാണ്? ആ രണ്ട് സമയം ഇന്നത്തെ രാത്രി മുതൽ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കണം. എപ്പോഴാന്നറിയോ? നൈറ്റും ഡേയും. ഇത് സാധാരണ ഏതെങ്കിലും ഓഫീസുകളിലോ അല്ലെങ്കിൽ ATM കൗണ്ടറിന്റെ മുന്നിലോ അല്ലെങ്കിൽ ബാങ്കിന്റെ മുന്നിൽ സെക്യൂരിറ്റിക്കാരനോ ഒന്നും മാത്രമല്ല ഈ പറയപ്പെടുന്ന ഷിഫ്റ്റ്, ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ മാളുകളിലോ ഒന്നും മാത്രമല്ല, മറിച്ച് ഈ മലായിക്കത്തുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഡ്യൂട്ടി ഡേയും നൈറ്റും പണിയെടുക്കുന്ന മലായിക്കത്തുകളുണ്ട്. ഇതെന്റെ വാക്കല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, എപ്പോഴാണ് അവരുടെ ഡ്യൂട്ടിക്ക് ചേഞ്ച് വരുന്നതെന്നറിയോ? 2 നമസ്കാരങ്ങളിലാണ്. അത് ഏതൊക്കെ നിസ്കാരങ്ങളാണ്? ആ നമസ്കാരം നമ്മൾ കൃത്യമായി ഇൻഷാ അല്ലാഹ് വളരെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആ നമസ്കാരം നമ്മൾ നോക്കിക്കാണണം. ഏതൊക്കെ നിസ്കാരം എന്നറിയോ? രാത്രിയിലെ മലക്കുകൾ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്നൊരു സമയം, ആ സമയം തന്നെ പകലിന്റെ മലക്കുകൾ ഇറങ്ങി വന്ന് ഡ്യൂട്ടി ഏൽക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ ചിന്തിക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നതാണ്. രാവിലത്തെ ഡ്യൂട്ടി ചെയ്ത മലക്കുകൾ ഡ്യൂട്ടി തീർന്ന് തിരികെ മുകളിലോട്ട് പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയം ഒരു നിസ്കാരത്തിന്റെ സമയമാണ്. ആ സമയം തന്നെ രാത്രിയുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അടുത്ത മലക്കുകൾ താഴോട്ട് വരികയും ചെയ്യും. അതേത് സമയമാണ്? 2 വഖത്ത് നമസ്കാരം. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാക്ഷാൽ അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ. ഡേ നൈറ്റിന്റെ ഡ്യൂട്ടിയിലുള്ള മലായികത്തുകള്, രാത്രിയിലെ ജോലിക്കാരും പകലിന്റെ ജോലിക്കാരുമായ മാലാകമാര്, യജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്രി. അവര് 2 കൂട്ടരും ഒരുമിച്ച് കൂടുന്ന നമസ്കാര സുബഹും അസ്റുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹി നിസ്കാരത്തിൽ വരുന്ന മലായിക്കത്തുകൾ ഏത് മലക്കുകളെന്നറിയോ? രാത്രിയുടെ ഡ്യൂട്ടി ചെയ്ത് തീർന്നിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് അവർ തിരികെ പോകുന്നത്. ആ പോകുന്ന സമയം കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ടല്ല പകലിന്റെ ജോലിക്കാരായ മലക്കുകൾ വരുന്നത്. പകലുള്ള ജോലി ചെയ്യേണ്ട മലക്കുകൾ സുബഹി നിസ്കാരത്തിന് ഇറങ്ങും, സുബഹി ജമാഅത്തിൽ അവർ കാണും. അപ്പൊ രാത്രിയിലെ ഡ്യൂട്ടി ചെയ്യുന്ന മലക്കുകൾ ആ സമയത്ത് വരും. അപ്പൊ ഈ സുബഹി നിസ്കാരത്തില് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന മലക്കുകളും പകലിന്റെ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി വന്ന മലക്കുകളും തമ്മിൽ കണ്ടുമുട്ടുന്നൊരു നിസ്കാരം സുബഹിയാണ്. ഇനി അത് കഴിഞ്ഞ് സായാഹ്ന നിസ്കാരം എന്ന് പറയുന്ന അസറിന് അവരൊരുമിച്ച് കൂടും. ആരാ? ഈ സുബഹിക്ക് വന്ന് ജോയിൻ ചെയ്ത മലക്കുകളും
ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തലേ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സുബഹി കഴിഞ്ഞ് യാത്ര തിരിച്ച മലക്കുകളും തിരിച്ചു വരുന്ന ആ ഒരു സമയം അസ്ർ നിസ്കാരമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ രണ്ട് നമസ്കാരം നമ്മൾ സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടാണ്? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. സുബഹി നിസ്കാരത്തിൽ നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ സുബഹിക്ക് തലേ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മടങ്ങി പോകുന്ന മലക്ക് അള്ളാന്റെ അടുത്ത് എത്തുമ്പോ അള്ള ചോദിക്കും, നീ വരുമ്പോ ഇടവനശ്ശേരിയിലെ ഇന്നയാളുടെ പ്രവൃത്തി എന്തായിരുന്നു? ഈ മലക്കുകൾ അള്ളാഹുവിനെ ബോധിപ്പിക്കുന്ന എന്താണെന്നറിയോ? പടച്ചോനെ, ഞാൻ ഇന്ന് രാവിലെ സുബഹിക്ക് ഞാൻ ചെന്നപ്പോൾ അവൻ നിസ്കാരത്തിലാണ്, ജോയിൻ ചെയ്ത സമയം. ഞാൻ എന്റെ ഡ്യൂട്ടി തീർന്നിട്ട് വരാൻ നേരത്തുള്ള അസർ നിസ്കാരത്തിലും അവൻ കൃത്യമായി നിസ്കരിച്ചു. രണ്ട് നിസ്കാരവും ആ മലക്ക് സാക്ഷി പറയാണ്. ഇനി അടുത്ത ഡ്യൂട്ടിയിലെ മലക്കുകളും അങ്ങനെ തന്നെ പറയും, പടച്ചോനെ, ഞാൻ വരുമ്പോഴും ഞാൻ പോയി ജോയിൻ ചെയ്തപ്പോഴും ഇന്ന ആള് നമസ്കാരത്തിൽ തന്നെയാണ്. തറക്കിനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ വരുമ്പോഴും അവര് നമസ്കാരത്തിലാ. വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ പോകുമ്പോഴും അവര് നിസ്കാരത്തിൽ തന്നെയാ. ഇത് ബുഖാരി ശരീഫിൽ കാണാൻ കഴിയുന്ന ഹദീസാ. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ രണ്ട് നമസ്കാരം വളരെ കൃത്യമായി നിർവഹിച്ചാൽ അള്ളാന്റെ മലായിക്കത്തുകൾ നമ്മളെ പറ്റി അള്ളാന്റെ കോടതിയിൽ പറയുന്നത്, അല്ലാഹുവേ തറക്കിനാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും അവരെ നിസ്കാരത്തിലാണ്. ഈ രണ്ട് സമയത്തുള്ള മലായിക്കത്തുകളും നമ്മളെ പറ്റി വലിയ മദ്ഹാണ് അള്ളാന്റെ മുമ്പിൽ പറയുക. ആ പടച്ചതമ്പുരാന്റെ മുമ്പിൽ അനുകൂലമായ സാക്ഷി നിൽക്കുകയാ. നാളെ ആഖിറത്തിൽ ഖിയാമത്തിൽ മാത്രമല്ല സാക്ഷിയുള്ളത്, ഓരോ ദിവസത്തെ സമയങ്ങളിലും അസറിന്റെ സമയം കഴിഞ്ഞ് മഗ്രിബാകുന്ന സമയത്ത്, അതുപോലെ ഇശാഇന്റെ സമയം കഴിഞ്ഞ് സുബഹിയുടെ സമയമാകുമ്പോ, ഈ രണ്ട് സമയത്തും അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ നമ്മളെ പറ്റി നല്ലത് പറയുകയാണ് അള്ളാന്റെ കോടതിയിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ട് വഖത്ത് നമസ്കാരത്തെ, അസ്ർ നമസ്കാരത്തെയും സുബഹി നിസ്കാരത്തെയും വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇശാ നിസ്കാരം അത് ഒട്ടുമിക്ക ആളുകളും നിർവഹിക്കുന്നവരാ. കാരണം എന്താ? കിടക്കാൻ നേരത്തൊന്ന് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് കിടക്കാം. മഗ്രിബ് നിസ്കാരം എന്തായാലും എത്ര വലിയ ജോലിയാണെങ്കിലും ആ ജോലി കഴിഞ്ഞിട്ട് വന്ന് ക്ഷീണിതനായി വന്ന് ഒന്ന് ഫ്രഷായി ഒന്ന് റാഹത്തായി വരുന്ന സമയത്ത് സന്ധ്യാ നമസ്കാരം കൃത്യമായി നിർവഹിക്കും എല്ലാവരും. ളുഹർ നിസ്കാരം എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഏത് ജോലിയാണെങ്കിലും ലഞ്ചിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ ളുഹർ നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാണ് നമ്മളിൽ അധികം ആളുകളും. നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്ന നമസ്കാരം ഈ രണ്ട് നിസ്കാരമാണ്. ഒന്ന്, രാത്രി കിടന്നിട്ട് സുബഹിക്ക് എഴുന്നേക്കാൻ മറക്കുക, അല്ലെങ്കിൽ ഉണരാതിരിക്കുക. ഉച്ച ഊണ് കഴിഞ്ഞിട്ടൊരു മയക്കത്തിൽ അസർ നഷ്ടപ്പെട്ടു പോവുക. അല്ലെങ്കിൽ ജോലിക്കാര് ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വാഹനം ഓടിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള വെപ്രാളത്തിനിടയിൽ അസർ നിസ്കാരം വിട്ടുപോകും. ഈ രണ്ട് വഖത്ത് നമസ്കാരത്തിന് ഗൗരവം നമ്മൾ കാണിക്കുമെങ്കിൽ നാളെ പടച്ചവന്റെ കോടതിയിലും മലായിക്കത്തുകൾ അനുകൂല സാക്ഷി നിൽക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അസറും സുബഹിയും ആ രണ്ട് വഖത്ത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വിശദീകരിക്കേണ്ടത് വരുമ്പോ ഞാൻ വിശദീകരിച്ചോളാം. ഇനി രണ്ടാമത്തെ സാക്ഷി ഒന്ന് മലായിക്കത്തുകളാണ്. ഇനി രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. സഹോദരങ്ങളെ, അല്പം വിശദീകരിക്കേണ്ട വിഷയമാണ്. സൂറത്തു സൽസല എന്ന് പറയുന്ന അധ്യായം അറിയുമല്ലോ. ആ സൂറത്ത് നമുക്കറിയുന്നതാ, എല്ലാവർക്കും കാണാപ്പാഠമുള്ളതാ. 3ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് പോലും മനപ്പാഠമുള്ള സൂറയാണ്. മഗ്രിബിന്റെയും ഇശാഇന്റെയും നമസ്കാരങ്ങളിൽ ഒട്ടുമിക്ക ഇമാമിയങ്ങളും ഓതുന്ന സൂറയാണല്ലോ. ഇദാ സുൽസിലത്തിൽ അർളു
സിൽസാലഹാ. അല്ലാഹ് പറയുകയാണ്, ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ വാക്കപ്പർ അർത്ഥവത്താണ്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. അല്ലാഹു പറയുന്ന അറബി പദത്തിൽ തന്നെ അതിന്റെ കിടുക്കമുണ്ട്, അതിന്റെ ആ ഒരു കുലുക്കമുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ, വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ. ഭൂമി അതിനകത്തുള്ള എല്ലാ ഭാരങ്ങളെയും പുറപ്പെടുവിച്ചാൽ, ഭൂമിക്കടിയിലുള്ള എല്ലാ വസ്തുക്കളെയും പുറത്തേക്കങ്ങ് തള്ളിയാൽ, വഖാലൽ ഇൻസാനു മാലഹാ. അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യര് ചോദിക്കും, മാലഹാ, എന്തുപറ്റി? വഖാലൽ ഇൻസാനു മാലഹാ. എന്തുപറ്റി ഭൂമിക്ക്? എന്തുപറ്റി? പ്രകൃതിയുടെ വികൃതി എന്താണ് ഇങ്ങനെ? എന്താ ഭൂമിക്ക് സംഭവിച്ചത്? ഒരു പ്രളയം വന്നപ്പോ നമ്മൾ ചോദിച്ചല്ലോ എന്തു പറ്റിയെന്ന്. ഒരു വലിയ സുനാമി വന്നപ്പോ നമ്മൾ ചോദിച്ചല്ലോ എന്താ സംഭവിച്ചതെന്ന്. ഒരു കൊടുങ്കാറ്റ് വന്നാ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്താ സംഭവിച്ചത്. ഒരു കോവിഡ് വന്നപ്പോ നമ്മൾ ചോദിച്ചു എന്താ സംഭവിച്ചത്. സഹോദരങ്ങളെ, മനുഷ്യന്റെ വാക്കങ്ങനെയാണ്, സഹജമായ വാചകമാണത്. അല്ലാഹു പറയുന്നു, വഖാലൽ ഇൻസാനു മാലഹാ. മനുഷ്യൻ ചോദിക്കും എന്തുപറ്റി, ഭൂമിക്ക് എന്തുപറ്റി? ആ സമയത്താണ് അല്ലാഹ് പറയുന്നു, യൗമഇദിന തുഹദ്ദിസു അഖ്ബാറഹാ. അതാ ഭൂമി ഓരോന്ന് വിളിച്ചു പറയുകയാ, നമ്മൾ കരുതിയതെന്ത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസാര ശേഷിയുള്ളത് നാവിനു മാത്രമാണെന്നോ? അല്ല. ആ ഖിയാമത്തിൽ നാവിന് മിണ്ടാൻ പറ്റൂല, നാവ് സീൽ ചെയ്യപ്പെടുകയാ. സംസാരിക്കുന്നത് ഭൂമിയാണ്, ഈ ഭൂമി സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത് സഹോദരങ്ങളെ? അഖ്ബാറഹ. അല്ലാഹ് പറയുന്നു, അതിന്റെ അഖ്ബാറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. വിശദീകരിക്കേണ്ട വിഷയമാണ്. അല്ലാഹ് പറയുന്നു, ബി അന്ന റബ്ബക ഔഹാലഹാ. അത് ഭൂമിയുടെ കഴിവല്ല, അത് ഭൂമിയുടെ സാമർഥ്യമല്ല, അല്ലാഹു കൊടുത്ത പ്രത്യേകമായൊരു കഴിവാണ്. അല്ലാഹുവിന്റെ ദൂത്, അല്ലാഹുവിന്റെ സന്ദേശം, അല്ലാഹുവിന്റെ വഹയ് കൊണ്ടാണ് അതിങ്ങനെ പറയുന്നത്. ഭൂമിയെല്ലാം വിളിച്ചു പറയും, പ്രിയപ്പെട്ട സഹോദരാ, നീ ചീട്ട് കളിച്ചല്ലോ, നീ കള്ളു കുടിച്ചല്ലോ, നീ പലിശ വാങ്ങിയല്ലോ, അല്ലെങ്കിൽ നീ കാണി നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ട സമയത്ത് അല്ലാഹ്ക്ക് വേണ്ടി സുജൂദ് ചെയ്യാതെ കിടന്നുറങ്ങിയ മനുഷ്യ, കിടന്ന സ്ഥലം നാളെ പടച്ചവനോട് വിളിച്ചു പറയും, സംശയമില്ല. ഇതൊന്ന് വിശദീകരിക്കട്ടെ സഹോദരങ്ങളെ. എന്താണ് അല്ലാഹു പറഞ്ഞത്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ, വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ. ഭൂമി അതിന്റെ ഭാരം അങ്ങോട്ട് തള്ളാൻ തുടങ്ങിയാൽ, എന്താ ഈ ഭൂമി തള്ളുന്ന ഭാരം? എന്താ? ഭൂമി അതിന്റെ ഉള്ളിലുള്ള ഭാരങ്ങളെ പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ലോകത്ത് എവിടെ നോക്കിയാലും സ്വർണം, വെള്ളി, ആഭരണങ്ങളായിരിക്കും പിന്നെ ഉണ്ടാവുക. ഇതെന്റെ വാക്കല്ല, ആരംഭപൂവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്ക്. അതും അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. മനുഷ്യൻ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭൂമി കിടുകിട വിറപ്പിക്കപ്പെട്ട് ഭൂമി വിണ്ട് കീറി അതിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ, സ്വർണം, വെള്ളി, ആഭരണങ്ങൾ അത് പുറത്തേക്ക് വരുമ്പോ ഓരോ മനുഷ്യരും വന്നിട്ട് അതിനെ നോക്കിയിട്ട് പറയും, പടച്ചവനെ, ഈ ഒരൊറ്റ സാധനത്തിന്റെ പേരിലാണല്ലോ ഞാൻ ഇന്നവനെ കൊന്നത്, ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണല്ലോ ഞാൻ താലി കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്, 2 പവൻ കുറഞ്ഞു പോയതിന്റെ പേരില്, ഈ സ്വർണ്ണ ആഭരണത്തിന്റെ പേരിലാണല്ലോ ഞാൻ താലി കെട്ടി എന്റെ പെണ്ണിനെ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് ഡിവോഴ്സ് ചെയ്താക്കിയത്, തൊലാക്ക് ചെല്ലുകെട്ട് ഞാൻ ഉപേക്ഷിച്ചത് ഈ സ്വർണത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ, ഈ സ്വർണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ എന്റെ പിതൃ സഹോദരങ്ങളോട് പിണങ്ങിയത്, എന്റെ മാതൃ സഹോദരിമാരോട് പിണങ്ങിയത്, എന്റെ കൂടപ്പറപ്പുകളോട് ഞാൻ പിണങ്ങി നിന്നത് ഈ സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന വാക്കെങ്ങനെയാണ്? ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ കുടുംബ ബന്ധം മുറിച്ചത്, ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ കുടുംബ ബന്ധം മുറിച്ചത്.
ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഒരുത്തനെ കൊന്നത്. ഓരോ മനുഷ്യരും വിളിച്ചു പറയും, ഈ നാട്ടില് ഏറ്റവും വലിയ കൊലപാതകങ്ങൾ നടക്കുന്ന എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നാളെ വെള്ളിയാഴ്ച രാവിലെ ഒരു 10 മണിയാകുമ്പോൾ റോട്ടിലേക്ക് ഇറങ്ങണം. റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് കാണാൻ കഴിയും. ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിക്കണം, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ജോലിക്ക് പോവാ. ജോലിക്ക് എന്തിനാ? പണം ഉണ്ടാക്കാൻ. അടുത്ത പഠിക്കുന്ന മക്കൾ ചോദിക്കണം, നീ എന്തിനാ എവിടെ പോവാ? ഞാൻ പഠിക്കാൻ പോവാ. എന്തിനാ പഠിക്കുന്നത്? ജോലി കിട്ടാൻ. ജോലി എന്തിനാ? ശമ്പളം വാങ്ങാൻ. വേറൊരുത്തം പോകുന്നു, വിളിച്ചിട്ട് ചോദിക്കണം, നീ എങ്ങോട്ടാ പോകുന്ന? കട തുറക്കാൻ. എന്തിനാ? കച്ചവടം ചെയ്യാൻ. എന്തിന്? പൈസ ഉണ്ടാക്കാൻ. അല്ലാത്തൊരാൾ നിങ്ങൾ പറ. 5 നേരം നിസ്കാരത്തിന്റെ സമയം പള്ളിയിൽ പോകുന്നവർ ഒഴിച്ചാൽ ട്രെയിനിൽ നമ്മൾ ഏതൊരു ട്രെയിനിൽ, എനിക്ക് ഡിസംബർ മാസവും ജനുവരി മാസവും കാസർഗോഡൊക്കെ ചില പരിപാടികളുണ്ട്. ആ പരിപാടികളിലൊക്കെ ഇപ്പൊ നവംബർ 21 23 ഒക്കെ ആയി. ഇപ്പൊ തന്നെ ജനുവരി മാസത്തേക്ക് ടിക്കറ്റ് നോക്കുമ്പോൾ എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റാണ്. അടുത്ത ട്രെയിൻ നോക്കിയാൽ അതും വെയിറ്റിംഗ് ലിസ്റ്റ്, അടുത്ത ട്രെയിൻ നോക്കിയാൽ അതും വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഒക്കെ ഫുള്ളാണ്. എല്ലാ ട്രെയിനും, ഏത് മേഖലകളിൽ ഓടുന്ന ട്രെയിനും ഫുള്ളാണ്. എന്നാ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്ക്, ഫ്ലൈറ്റ് ഫുള്ളാണ്. എന്നാ ബസ്സിൽ നോക്ക്, ബസ് ഫുള്ളാണ്. പിന്നെ എന്താ മാർഗമുള്ളത്? സ്വന്തം വാഹനം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം സ്വന്തം വാഹനങ്ങൾ കൊണ്ട് പുറത്തിറങ്ങുന്ന ആളുകൾ കാരണമായിട്ട് മൊത്തം ട്രാഫിക് ജാമാണ്. ഈ എല്ലാ ആളുകളും എങ്ങോട്ടായി പോകുന്നേ? പൈസ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ മനുഷ്യൻ ഇതെല്ലാം ചെയ്യുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഭൂമി അതിന്റെ ഉള്ളിലുള്ള സ്വർണാഭരണം അടക്കമുള്ളതിനെ പുറത്തേക്ക് കൊണ്ടിടുമ്പോൾ ഓരോ മനുഷ്യന്മാരും വിളിച്ചു പറയും, പടച്ചോനെ, ഇപ്പൊ ആർക്കും വേണ്ട. വീട്ടുമുറ്റത്ത് ലക്ഷക്കണക്കിന് കിലോ സ്വർണം നമ്മുടെ വീട്ടുമുറ്റത്ത് വരും. നമ്മുടെ വീട്ടുമുറ്റത്ത് കിലോ കണക്കിന് സ്വർണം പുറത്തു വരും. എപ്പോഴാ? ലോകാവസാനത്തിന്റെ സമയത്ത്. ഭൂമി കിടുകിടാ വറയ്ക്കുമ്പോ അതിന്റെ ഉള്ളിലുള്ള മുഴുവൻ പിന്നെ ഭാരമുള്ള വസ്തുക്കൾ മുഴുവനും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഭൂമി പുറത്തേക്ക് കൊണ്ടുവരുമ്പോ നമ്മുടെ വീട്ടുമുറ്റത്ത് കിലോ കണക്കിന് സ്വർണം. നമ്മൾ പറയും, അല്ലാ, ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ആദ്യം കിട്ടിയ പെണ്ണിനെ കൊണ്ടൊന്ന് ഒഴിവാക്കിയത്. ഈ ഒരൊറ്റ കാര്യത്തിലാണല്ലോ എന്റെ 2 മക്കളെയും മരുമക്കളെ കൊണ്ടുവിടാക്കിയിട്ട് പോയത്. ഇതിന്റെ പേരിലാണല്ലോ തൊട്ടപ്പുറം താമസിക്കുന്ന എന്റെ സഹോദരൻ ഇപ്പോഴും എന്നോട് മിണ്ടാത്തത്. ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ പല ബന്ധുക്കളോടും പിണങ്ങി കഴിയുന്നത്. ഇപ്പൊ ഇതാർക്കും വേണ്ട. കിലോ കണക്കിന് സ്വർണം നമ്മുടെ വീട്ടുമുറ്റത്ത്. അള്ളാഹുവിന്റെ ഖുർആനാണ്. ഹദീസിൽ അള്ളാന്റെ റസൂല് പറയാൻ, ഓരോ മനുഷ്യന്മാരും പറയും, ഫീഹാദാ ഖതഅതു റഹ്മി, ഫീഹാദാ ഖതൽതു, ഇതിനു വേണ്ടി ഞാൻ കൊന്നു, ഇതിനു വേണ്ടി ഞാൻ കുടുംബബന്ധം മുറിച്ചു. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യർക്കും ഉപകാരമില്ലാത്ത നിലയിൽ ഈ സ്വർണാഭരണം മുഴുവനും പുറത്തേക്ക് അള്ളാഹുവിന്റെ ഭൂമി തള്ളിക്കൊണ്ടുവരും. മറ്റൊരു കാര്യം ഏതെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര്, നമ്മുടെ വേണ്ടപ്പെട്ടവര്, കണ്ടുമിണ്ടി കൊതുതീരും മുമ്പ് നമ്മളോട് യാത്ര പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ആ പ്രിയപ്പെട്ടവരെ മുഴുവനും നമ്മൾ ഖബറിലേക്ക് കൊണ്ടുവച്ചില്ലേ? ഏതാണോ ഈ മഹല്ലത്തിന്റെ ഖബർസ്ഥാനം എനിക്കറിയില്ല. ഏതായാലും ആ ഖബർസ്ഥാനിൽ നമ്മൾ കൊണ്ടുവന്ന് അടക്കിയിട്ട് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് 3-10 പലക നിരത്തിയിട്ട് 3 പിടി മണ്ണ് വാരിയിട്ട് 2 മീസാങ്കല്ലും നാട്ടി നമ്മൾ പിരിഞ്ഞവരല്ലേ സഹോദരാ. നാളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഭൂമി ഒരു കിടുകിടാ വിറയ്ക്കപ്പെട്ട് ആ ഭൂമി അതിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്തുകളെല്ലാം പുറത്തേക്ക് വരികയാ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് ജനാസകള് എല്ലാം പുറത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയുടെ അടിയിൽ പിന്നെ ഒന്നും ഉണ്ടാവൂല. ഖബറടക്കിയ മയ്യത്തുകളെല്ലാം പുറത്തേക്ക് വരികയാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ,
ഭൂമിയുടെ അകത്തുള്ളത് എന്താണോ അതെല്ലാം പുറത്തു വരികയാ. ആ നിമിഷമാണ് മനുഷ്യൻ ചോദിക്കുന്നത് വഖാലൽ ഇൻസാനു മാലഹാ. മനുഷ്യൻ ചോദിക്കുന്നു എന്താ പറ്റിയത്, എന്താ പറ്റിയത്? അതിന് മറുപടി അല്ലാഹ് തന്നെ പറയുകയാ. അന്ന് അള്ളാന്റെ മറുപടിയല്ല വരുന്നത്. മനുഷ്യൻ ചോദിക്കുന്നു എന്താ പറ്റിയത്, ആ സമയത്ത് മറുപടി പറയുന്നത് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ആ സമയത്ത് ഭൂമി സംസാരിക്കുകയാണ്. ആ മനുഷ്യൻ ചെയ്ത എല്ലാ തിന്മകളെയും ഭൂമി സംസാരിക്കുകയാണ്. ഭൂമി സംസാരിക്കുകയാണ്. എന്താ? മനുഷ്യരെയും ജിന്നുകളെയും കൂടെ ഒരുമിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, മുത്തഅല്ലിമീങ്ങൾക്കറിയാം. സഖലൈനി എന്നാണ്. സഖലൈനി എന്ന് മനുഷ്യരെയും ജിന്നുകളെയും കൂടെ ചേർത്തിട്ട് പറയുന്ന ഒരു പേരാണ് സഖലൈനി. എന്താണ് ഈ സഖലൈനി എന്ന്? നബിയു സഖലൈൻ എന്ന് പറയാറുണ്ട്, മനുഷ്യഭൂത വർഗത്തിന്റെ പ്രവാചകൻ. സഖലൈനി എന്ന് പറഞ്ഞാൽ മനുഷ്യരും ഭൂതവർഗവും തമ്മിൽ അവർക്ക് രണ്ടുപേർക്കും കൂടി പറയുന്ന ഒരു പേരാണ് സഖലൈൻ. എന്താണ് അതിന് കാരണമെന്നറിയോ? മനുഷ്യരെയും ജിന്നുകളെയും സഖലൈനി എന്ന് പറയാൻ കാരണം ലിഅന്നൽ അർള തസ്ഖുലു ബിഹിം അഹ്യാഅൻ വ അംവാത. ജീവിച്ചിരിക്കുമ്പോ മരിച്ചു കഴിഞ്ഞാലും ഈ ഭൂമിക്ക് ഭാരം മനുഷ്യരും ജിന്നുകളുമാണ്. അതുകൊണ്ടാണ് സഖലൈനി എന്ന് പറയുന്നത്. അസ്ഖാലഹ, അതിന്റെ ഭാരം പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ എടുത്ത് കബറടക്കിയ മനുഷ്യന്മാരെ മുഴുവനും ഭൂമി എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരും. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, അപ്പോഴാർക്കും അതിലേക്കൊരു നോട്ടം ഉണ്ടാവൂല. ആ സമയം വല്ലാത്തൊരു ഭീതിജനകമാണ്. ലക്ഷക്കണക്കിന് കിലോ സ്വർണം നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോ അതിലേക്ക് നോട്ടമില്ല. പിന്നെയാണോ എന്നോ മരണപ്പെട്ടു പോയ വാപ്പാടെ മയ്യത്തെടുത്ത് മുകളിലേക്ക് കൊണ്ടുവരുന്ന ആ ഭൂമിയുടെ പ്രവൃത്തി നോക്കി നിൽക്കാൻ ആരും മെനക്കെടൂല. വല്ലാത്തൊരവസ്ഥയാണ്. ആ ഭൂമി ഓരോ വാക്കുകളും നമ്മുടെ മുന്നിൽ വിളിച്ചു പറയും. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു സഹാബത്തിനോട്, സഹാബാ അതദറൂന മാ ഇഖ്ബാറുഹാ. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഭൂമി എന്താണ് വിളിച്ചു പറയുന്നതെന്നല്ലേ? അത് സഹാബത്തിനും തിരിഞ്ഞില്ല. ആരംഭപ്പൂവായ റസൂല് സഹാബത്തിനോട് ചോദിക്കുന്നു, അതദറൂന മാ ഇഖ്ബാറുഹാ. സ്വഹാബത്തെ, എന്താണ് ഭൂമി വിളിച്ചു പറയുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അവര് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. ഞങ്ങൾക്കറിയില്ല നബിയേ, അല്ലാഹു മാത്രമേ അറിയൂ, പിന്നെ അങ്ങയ്ക്കും അറിയാം, അതല്ലാതെ ഞങ്ങൾക്കറിയില്ല തിരുദൂതരെ. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞ വാക്കം തന്നറിയോ? അൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ ഔ അമത്തിൻ ബിമാ അമില അലാ ലഹരിഹാ തഖൂൽ അമില യൗമ കദാ വകദാ വകദാ ഫഹാദിഹി ഇഖ്ബാറുഹാ നബി മുഹമ്മദ് മുസ്തഫ. ഭൂമി പറയും അത്രേ, ഇന്ന ദിവസം ഇന്ന സമയം ഇവൻ എന്റെ മുകളിൽ വെച്ച് ഇന്നത് ചെയ്തു എന്ന്. എന്റെ പുറത്ത് വെച്ചാണ് ഇവൻ കള്ളു കുടിച്ചത്. ഇവൻ ലോട്ടറി എടുത്തത് എന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ടാണെന്ന്. നീ എവിടെയെങ്കിലും ഇരുന്ന് നീ ഒന്ന് എടുക്കണമല്ലോ ലോട്ടറി. നീ എവിടെ ഇരുന്ന് എടുക്കുന്നത്? അത് ഞാൻ പിന്നെ എന്റെ വണ്ടിക്കകത്തിരുന്ന് എടുത്ത വല്ല പ്രശ്നമുണ്ടോ? ഈ 4 ടയറും നിലത്തല്ലേ നിൽക്കുന്നത്. ആ നിലം അള്ളാഹുവിനോട് പറയും, പടച്ചവനെ അമില കഥ വക്കഥ വക്കഥ, ഇന്ന ഇന്ന കാര്യങ്ങള് എന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നിട്ടാണ് ഇവൻ ചെയ്തത് തമ്പുരാനെ എന്ന് ഭൂമി അള്ളാഹുവിന്റെ കോടതിയിൽ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ചില ആളുകൾ പറയാറുണ്ട് ഭാരതാമ്മ. ഭാരതാമ്മ എന്ന് പറഞ്ഞാൽ ഭാരതം നമ്മുടെ അമ്മയാണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഭൂമി നിന്റെ ഉമ്മയാണ്. ഭൂമി ഭാരതം മാത്രമല്ല, ഈ ലോകത്ത് എവിടെ പോയാലും ആ ഭൂമി നിന്റെ ഉമ്മയാണ്. തഹ്ഫളു മിനൽ അർളി ഫഇന്നഹാ ഉമ്മക്കും നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, വാപ്പ, ഉമ്മ, മക്കൾ അടങ്ങുന്ന ഒരു വീട്. ഉമ്മ മക്കളുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റ് കണ്ടാലും ഉമ്മ വാപ്പയെ അറിയിക്കാറില്ല. കാരണം എന്താ? വാപ്പ മക്കളെ അടിച്ചാലോ തല്ലിയാലോ എന്ന് പേടിച്ചിട്ട് ഉമ്മ അതെല്ലാം മറച്ചു വെക്കും.
ഇനി വാപ്പ മോനെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നിരിക്കട്ടെ, ഇവൻ എന്തെങ്കിലും ഒരു കേസിന്റെ പേരിൽ കഞ്ചാവായിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം. ഇപ്പൊ കഞ്ചാവിന്റെ പേരിൽ മക്കളെ വാപ്പമാര് വീട്ടിൽ നിന്ന് ഇറക്കൂല, എങ്ക വഴിയിട്ട് വെട്ടി 9 കഷ്ണാക്കി കളയും. അതുറപ്പാ. ഇപ്പൊ ഒന്നും മിണ്ടാൻ പറ്റാത്ത കാലമാണ്. ഒരു സ്കൂളിലേക്ക് പോകുന്നു, ഞാൻ പഠിച്ചപ്പോൾ അധ്യാപകൻ ഉണ്ടോന്ന് ചോദിക്കുന്നു, എനിക്ക് കുറച്ച് കാശ് അന്ന് തരാനുള്ള കാശോ അന്നത്തെ ഏതോ ഒരു തൊപ്പിയോ എന്തൊക്കെ ചോദിക്കുന്നു. അത് കൊടുക്കാൻ കഴിയാതെ അവര് വിഷമിക്കുന്നു. ഉടൻ തന്നെ കരുതി വെച്ചിരുന്ന തോക്കെടുക്കുന്നു, ഉടനെ ആകാശത്തേക്ക് വെടിവെക്കുന്നു, പിന്നെ താഴേക്ക് വെടിവെക്കുന്നു, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, പോലീസ് പിടിക്കുന്നു, എഴുതിയിടുന്നു ഇവൻ മാനസിക രോഗി. കേരളം ഭ്രാന്താലയമായി കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, മാനസിക രോഗിയല്ലാത്തൊരു സമൂഹം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ്. മാനസിക രോഗിയല്ലാത്തൊരു സമൂഹം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മുസ്ലിം ഒരു മേത്തൻ ഏതെങ്കിലും ഒരു പേരുള്ളവനായിക്കോട്ടെ, അവന് മുഴുവട്ടനാണെന്നിരിക്കട്ടെ, അവന് ഊളംപാറ കിടന്ന പിന്നെ റിപ്പോർട്ടുണ്ട്, അവന് കുതിരവട്ടത്ത് കിടന്നതുണ്ട്, ഇതൊക്കെ അവന്റെ കൈവശമുണ്ടെങ്കിലും അവന്റെ പേര് മുസ്ലിം ഭീകരൻ. അവന് മാനസിക രോഗ സർട്ടിഫിക്കറ്റ് കൊടുക്കൂല. നേരെ മറിച്ച് ഒരു രോഗവും ഇല്ലാത്തവൻ എന്ത് ചെയ്താലും ആളുകൾ പറയും, ചാനലുകൾ പറയും അവൻ എന്തോ മാനസിക രോഗം ഉള്ളത് കൊണ്ടാകാം. പോലീസ് പറയും അവൻ മാനസിക രോഗിയാ. ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്പോഴും ഹാജരാക്കോടെ. അതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. നമ്മൾ ഏതൊരു തെറ്റ് ചെയ്യുന്നു, എവിടെ നിന്നാ ചെയ്യുന്നത്, ആ ചെയ്യുന്ന സ്ഥലം അള്ളാഹുവിനോട് വിളിച്ചു പറയും, പടച്ചവനെ എന്റെ നെഞ്ചത്ത് നിന്നാണ് അവൻ ഈ പ്രവൃത്തി ചെയ്തത്, എന്റെ നെഞ്ചത്ത് നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തി അവൻ ചെയ്തത്. ഇത് വിളിച്ചു പറയും, ഉറപ്പാണ്. ഭൂമി വിളിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭൂമി നമ്മുടെ ഉമ്മയാണ്. മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഉമ്മ വാപ്പയെ അറിയിക്കാതെ മറച്ചു വെക്കും. ഇനി വാപ്പ അറിഞ്ഞ് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഭക്ഷണം കൊടുക്കരുതെന്ന് വാപ്പയുടെ ഉത്തരവ് വരും. പാവപ്പെട്ട ഉമ്മ എന്താ ചെയ്യുന്നത്? വാപ്പ ഉറങ്ങുമ്പോ മകനും മതിലിലൂടെ ആഹാരം കൊടുക്കും ഉമ്മ സ്നേഹം മാത്രമല്ല, ഉമ്മ ഏറ്റവും കൂടുതൽ നമ്മുടെ തെറ്റുകൾ മറച്ചു വെക്കുന്ന, ഏറ്റവും കൂടുതൽ നമ്മുടെ തിന്മകൾ മറച്ചു വെക്കുന്ന ഒരു പ്രതീകമാണ് നമ്മുടെ ഉമ്മ. ആ ഉമ്മയെ കമ്പയർ ചെയ്ത് ഉമ്മയിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് എന്ന് പറഞ്ഞാൽ ഭൂമി ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇന്ന് കള്ള് കുടിച്ച ആളുകൾ നമ്മളില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കള്ള് കുടിച്ച വിവരം, പണ്ടാണെങ്കിൽ ചാരായം കുടിച്ചവൻ, കള്ള് കുടിച്ചവൻ 7 അയൽപക്കത്തൂടെ പോയാൽ മതി, അതിന്റെ നാറ്റം ലോകം മൊത്തം അടിക്കും. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കുടിക്കുന്നവരും അതറിയുന്നവരും പറയുന്നത്. അതെന്ത് സാധനം എന്ന് ചോദിച്ചാൽ, നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ പറയും നല്ല പെർഫ്യൂമിന്റെ മണമല്ല, നല്ല മുല്ലപ്പൂവിന്റെ മണമാണല്ലോ എന്നൊക്കെ പറയും. സത്യത്തില് ഇത് വിവിധ ഇനം നിറക്കൂട്ടുകളുള്ള മനോഹരമായി അവർ കുടിക്കുന്ന മദ്യത്തിന്റെ മണങ്ങളാണ് ഇതൊക്കെ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അല്ലാഹു ആലം. ഞാൻ ഇനി പറഞ്ഞാൽ ചോദിക്കും, നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പൊ കുടിക്കുന്നതിന് തൊപ്പിയും ദാടിയൊന്നും ഒരു തടസ്സം ആകാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതും, അല്ലേ? തെറ്റായിട്ട് തന്നെ നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ പറയും വേണം. അത് മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മ നമ്മുടെ തെറ്റുകൾ വാപ്പയെ അറിയിക്കാതെ മറച്ചു വെക്കുന്നത് പോലെ ഭൂമി ഒരാളോട് നമ്മളെ പറ്റി പറയുന്നില്ല, ഒരാളോട് നമ്മളെ പറ്റി പറയുന്നില്ല. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ഉമ്മയാണ് ഭൂമി, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ സൂക്ഷിക്കണേ. ഏതൊരാളും നന്മയാകട്ടെ തിന്മയാകട്ടെ ചെയ്യുന്നുവോ ഇല്ലാ വഹിയ മുഖ്ബിറാ,
അത് പിന്നീട് വിളിച്ചു പറയുന്നതാണ്, ഇപ്പൊ പറയൂല. അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ ഭൂമി ഓരോ തിന്മകളെ പറ്റിയിട്ടും വിളിച്ചു പറയുമെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞു, മലായിക്കത്തുകളെ സ്വാധീനിക്കാനുള്ള വഴി ഏതാണ്? അസർ സുബ്ഹി വഖ്തുകൾ വളരെ ജാഗ്രതയോടെ പെരുമാറുക. എന്നാൽ ഭൂമിയാകുന്ന രണ്ടാമത്തെ സാക്ഷിയെ സ്വാധീനിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? ഈ ഭൂമിയിൽ നമ്മൾ കഴിയുന്ന അമലുകൾ നമ്മൾ ചെയ്യുക. ഭൂമിയിൽ കഴിയുന്ന അമലുകൾ ചെയ്യുക. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് നിസ്കരിക്കുക, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് ഓതുക. നമ്മൾ സാധാരണ വീട്ടില് നമ്മൾ നിസ്കരിക്കുന്ന മുസല്ല അല്ലെങ്കിൽ ഓതുന്ന ഖുർആനും നമ്മുടെ ചുമരുകൾ, പള്ളിയുടെ മറ്റ് വസ്തുക്കൾ, ഇതെല്ലാം നാളെ പരലോകത്തെ സാക്ഷിയാവുന്നല്ലേ? അപ്പൊ നമ്മളെ മുന്നിൽ അള്ളാഹുവിന്റെ കോർട്ടില് ഈ ഭൂമി ലോകത്തുള്ള സകല വസ്തുക്കളും ഭൂമിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു വസ്തുക്കൾ മുഴുവനും അനുകൂലമായി സാക്ഷി നിൽക്കുന്നതിന് വേണ്ടി അമലുകൾ ചെയ്യണം. നമ്മുടെ യാത്രകളിലേക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ, അൽഹംദുലില്ലാ, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പള്ളികളിലും, ഒട്ടുമിക്ക പള്ളികളിലും നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, നമസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഓരോ യാത്രകളില് ആ യാത്ര പോകുന്ന സമയത്ത് ബാങ്കിന്റെ ടൈം ആകുമ്പോൾ നമ്മൾ ഇറങ്ങി നമസ്കരിക്കുമ്പോൾ ആ പള്ളികളിൽ നാളെ ആ പള്ളികൾ നമുക്ക് സാക്ഷിയാണ്. സ്ഥിരമായി നിസ്കരിക്കുന്ന പള്ളികൾ മാത്രമല്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞത്, മഹാന്മാരൊക്കെ ഫുഖഹാക്കൾ പഠിപ്പിച്ചത്, ഒരു നിസ്കാരം കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് നിസ്കരിക്കണം. അപ്പുറത്തോട്ട് മാറി നിന്ന് സുന്നത്ത് നിസ്കരിക്കേണ്ടത്. ഒരു ചെറിയ വ്യത്യാസം, എല്ലാ റബ്ബിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കും. നമ്മൾ ചൊല്ലുന്ന ഉറക്കെ നമ്മൾ ചെല്ലുന്ന തക്ബീറുകൾ, ഇതിനൊക്കെ ഈ മരങ്ങൾ സാക്ഷിയാണ്. അള്ളാഹു നമ്മളെ പരലോകത്തെ സാക്ഷികൾ, അനുകൂലമായി അമലുകൾക്ക് സാക്ഷി നിൽക്കുന്ന ഭൂമിയും ഭൂമിയോട് ബന്ധപ്പെട്ട വസ്തുക്കളെയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറക്കരുത്, ഒന്ന് മലായിക്കത്ത് സ്വാധീനിക്കാനുള്ളത് എങ്ങനെയാ? അസർ സുബ്ഹി അവരുടെ ആ പോക്കുവരവിന്റെ സമയമാണ്. ആ സമയത്ത് കൃത്യമായി നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക. ആ രണ്ട് സമയം വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഈ രണ്ട് സമയത്തും നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരം ഇല്ല. അസറിന് ശേഷം സുന്നത്ത് നിസ്കാരം ഇല്ല, സുബഹിക്ക് ശേഷം സുന്നത്ത് നമസ്കാരം ഇല്ല. ആ രണ്ട് വഖത്ത് സമയം മലായിക്കത്തിന്റെ ഷിഫ്റ്റ് നടക്കുകയാണ്. മലായിക്കത്തിന്റെ മലക്കുകളുടെ ചേഞ്ചിങ് നടക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ ചുരുക്കി പറയാണ്. രണ്ടാമത്തേത് ഭൂമി. അതുകൊണ്ട് പരമാവധി എവിടെയൊക്കെ നിന്ന് തസ്ബീഹ് എല്ലാം പറ്റുമോ, എവിടെയൊക്കെ നിന്ന് നമുക്ക് ഇബാദത്ത് എടുക്കാൻ പറ്റുമോ, എവിടെയൊക്കെ നിന്ന് നമുക്ക് അമലുകൾ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ചെയ്യുക. അത്രയും സ്ഥലം നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് സാക്ഷി നിൽക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി മൂന്നാമത്തേത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ സമയങ്ങളാണ്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, സമയം അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കുന്നത് എങ്ങനെയെന്നറിയോ? യുനാദി കുല്ലയൗം, ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ്, അനയൗമുൻ ജദീദ്, ഞാനൊരു ന്യൂ ഡേ ആണ്, പുതിയ ദിവസമാണ്, ഞാനൊരു പുതിയ ദിവസമാണ്. പുതുവർഷ പുലരി എന്നാണ് ഡിസംബർ മാസം 31 എന്നാര് കരുതി പോകരുത്. അത് കലണ്ടറിൽ ഉണ്ടായതാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമുക്ക് പുതുവർഷം തന്നെയാണ്. ഇന്നെന്താണ്? വ്യാഴാഴ്ച ദിവസമാണ്, വെള്ളിയാഴ്ച രാവാണ്. ഈ വ്യാഴാഴ്ച ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇനി നമ്മൾ കരുതും അടുത്ത വ്യാഴാഴ്ച നമുക്ക് ചെയ്യാ. അല്ല, അടുത്ത വ്യാഴാഴ്ച വരുന്നത് പുതിയ ദിവസമാണ്. കാരണം ഓരോ ദിവസങ്ങൾ കഴിയുമ്പോ ആ ദിവസം അല്ലാഹുവിന്റെ കോടതിയിലാണ് സ്ഥിരപ്പെടുന്നത്. കഴിഞ്ഞ റമളാനിൽ നിന്നാകാ കഴിഞ്ഞില്ല, എന്നാൽ നമ്മൾ പറയുന്നു വരട്ടെ, റമളാനിൽ നിന്നാകാ. അല്ല, കഴിഞ്ഞ റമളാൻ പോയി, ആ റമളാൻ ഇനി വരൂല, ജീവിതത്തിൽ മടങ്ങി വരൂല. ആ റമളാൻ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. പിന്നെ വരുന്ന റമളാൻ പുതിയ റമളാനാണ്. ഒരു വെള്ളിയാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത വെള്ളിയാഴ്ച നന്നാകാമെന്ന് ചിന്തിക്കുന്നവരെ, ആ വെള്ളിയാഴ്ച
മറ്റൊരു വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പടച്ചവന്റെ കോടതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുകയാ. അതാണ് റസൂല് പറഞ്ഞത്, ഇന്നി യൗമുൻ ജദീദ്, അന യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്. വഅന അലാ മാ തഅമലു ഫിയ ഷഹീദ്, എന്നിൽ നീ എന്തൊക്കെ ചെയ്തോ ഞാൻ അതിന് സാക്ഷിയാണ്. സഹോദരങ്ങളെ, റസൂലുള്ള പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ സാക്ഷി ഏതെന്നറിയോ? അള്ളാന്റെ കോടതിയിൽ ഓരോ ദിവസവും എന്ന് പറയുകയാ. ഒരു ദിവസം ശനിയാഴ്ച ദിവസം നമ്മൾ കള്ളു കുടിച്ചെന്നിരിക്കട്ടെ, ആ ദിവസം അള്ളാന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, പടച്ച റബ്ബേ, ഞാൻ അവന്റെ അടുക്കലേക്ക് പോയപ്പോൾ കള്ളു കുടിച്ചു അവന്. നമ്മൾ ചിന്തിക്കുമെന്നാ പിറ്റേ ശനിയാഴ്ച വരുമല്ലോ, ആ ശനിയാഴ്ച നാളെ റബ്ബിന്റെ കോടതിയിൽ അനുകൂലമാകുമെന്ന്. ശരിയാ, പക്ഷെ ഒന്നറിയണം, ആ ശനിയാഴ്ച അല്ല ഈ ശനിയാഴ്ച, രണ്ടും വേറെയാണ്. അതാണ് ഹബീബ് പറഞ്ഞത്, യുനാദി കുല്ല യൗം, ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ്, അന യൗമുൻ ജദീദ്, ഞാൻ പുതിയ ദിവസമാണ്. വഅന അലാ മാ തഅമലു ഫിയ ഷഹീദ്, നീ എന്താണോ എന്നിൽ ചെയ്യുന്നത് അതെല്ലാം വളരെ കൃത്യമായി ഞാൻ സാക്ഷി നിൽക്കുന്നതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പോലും മുടക്കമാക്കരുത്, ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്തരുത്. ഓരോ ദിവസത്തിനും അല്ലാഹു ഓരോ പ്രത്യേകത കൊടുത്തിട്ടുണ്ടല്ലോ. സഹോദരങ്ങളെ, ശനിയാഴ്ച ദിവസമാണ് ഭൂമി അല്ലാഹു പടച്ചത്. ചിന്തിക്കണേ, ഞായറാഴ്ച ദിവസത്തിലാണ് അല്ലാഹു തമ്പുരാൻ ഈ ഭൂമിയിൽ ആവശ്യമായ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. തിങ്കളാഴ്ച ദിവസം അല്ലാഹു തആല സൃഷ്ടിച്ച പല സൃഷ്ടികളുണ്ട്. ചൊവ്വാഴ്ചയാണ് അല്ലാഹു തആല സകല വൃത്തികേടുകളെയും അല്ലാഹു പടച്ചത്. വെറുക്കപ്പെട്ട എല്ലാ വസ്തുക്കളെയും പടച്ചത് ചൊവ്വാഴ്ചയാ. ബുധനാഴ്ച തിങ്കളാഴ്ചയാണ് മൃഗങ്ങളെ അല്ലാഹു പടച്ചത്. മൃഗങ്ങളെ അല്ലാഹു പടച്ചത് തിങ്കളാഴ്ചയാ. ശനിയാഴ്ച ഭൂമിയെ പടച്ച അല്ലാ, ഞായറാഴ്ച അതിനാവശ്യമായ മരങ്ങൾ നട്ടുപിടിപ്പിച്ച അല്ലാ, തിങ്കളാഴ്ച മൃഗങ്ങളെ പടച്ച അല്ലാ, ചൊവ്വാഴ്ച വെറുക്കപ്പെട്ട എല്ലാ വസ്തുക്കളെയും പടച്ചെങ്കിൽ ബുധനാഴ്ച അല്ലാഹു പടച്ചത് എന്തെന്നറിയോ? പ്രകാശത്തെയാ. അല്ലാഹു ബുധനാഴ്ച പ്രകാശത്തെ സൃഷ്ടിച്ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യാഴാഴ്ച അല്ലാഹു മറ്റ് ജീവജാലങ്ങളെ പടയ്ക്കുകയാ. വെള്ളിയാഴ്ച അല്ലാഹു മനുഷ്യനെ പടയ്ക്കുകയാ. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത തന്നെയാ ഉള്ളത്. എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല, എല്ലാ രാത്രിയും ഒരുപോലെയല്ല. ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഏതാണ്? വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി. എല്ലാ രാത്രികളും ഒരുപോലെയല്ല. ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിയുണ്ടല്ലോ, ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ കിടക്കയിൽ റസൂലുള്ളാഹിനെ കാണുന്നില്ല. ഇന്ന് എന്റെ കിടക്കയിൽ എന്റെ പ്രവാചകനില്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ കാണുമെന്നറിയാ. ആയിഷ ബീവി എഴുന്നേറ്റ് പള്ളിയിൽ നോക്കുമ്പോ അവിടെ കാണുന്നില്ല. ഒരു പെണ്ണിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുമല്ലോ, ഒരു സ്ത്രീയുടെ നെഞ്ചിടിപ്പിന്റെ വേഗത അറിയുമല്ലോ. അവരുടെ മനസ്സ് പതറാ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂല് ഏതെങ്കിലും ഭാര്യമാരുടെ വീട്ടിലുണ്ടാകുമോ എന്ന് ഓരോ ഭാര്യമാരുടെ വീട്ടിലും ചെന്ന് കതകിനെ മുട്ടി. അവര് പറഞ്ഞു, ഇല്ല ആയിഷ, ഇവിടെ ഇല്ല. അവർക്കാകെ വെപ്രാളമായി, സംഭീതയായി, പരിഭ്രമചിത്തയായി, അവര് വിഷാദ വിഷണ്ണയായി, വ്യാകുല വിഹ്വലയായി അവര് ഓടുകയാണ്. എവിടെയാണ് എന്റെ റസൂൽ? അപകടത്തിൽ പെട്ടുവോ? നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീന്റെ ഭാഗത്തൊരു വെളിച്ചം കാണുകയാ. ഏത് വെളിച്ചമാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ നിന്നടിച്ചു വീശുന്ന വെട്ടമുണ്ടല്ലോ, ആ നൂറ്, ആ പ്രകാശമുണ്ടല്ലോ. ഇന്ന ബൈതന അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. എന്താ വെറുതെ വന്നിരുന്ന് പാടുന്നത് കേൾക്കുമ്പോ, അത് പറയുന്നത് കേൾക്കുമ്പോ ദൂരെ മാറി നിന്നെന്തായി പറയുന്നത് എന്ന് ചിന്തിച്ചാല് പോരെ ചെറുപ്പക്കാരാ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു, നബിയെ അങ്ങ് താമസിക്കുന്ന വീട്, ലൈസ മുഹ്താജൻ ഇല സുറുജി, ഒരു വിളക്കിന്റെ ആവശ്യം ആ വീട്ടിലില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരു ദിവസം തച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ നൂലിലേക്ക് സൂചി കുരുക്കാൻ നേരത്ത് സൂചി തെറിച്ചു പോവുകയാ.
ആ സൂചി കണ്ടുപിടിക്കാൻ ഇന്നത്തെ പോലെ വിദ്യുച്ഛക്തിയുടെ പ്രവാഹമില്ലല്ലോ. ഇന്നത്തെ പോലെ ഹാലജന്റെ പ്രകാശത്തിന്റെ ആ ഒരു പ്രകാശത്തിന്റെ പ്രോജ്വലതയില്ലല്ലോ. കുറ്റിരുട്ടാണ്. എണ്ണ വിളക്ക് കത്തിച്ച് വീട്ടിനകത്ത് വെക്കുകയാ. ആ സമയത്ത് തപ്പിത്തടഞ്ഞു നോക്കി സൂചി കാണുന്നില്ല. അതാ കടന്നു വരുന്നു ലോകത്തിന്റെ മുത്തേ, പ്രകാശ ഗോപുരമേ നബി മുഹമ്മദ് മുസ്തഫ കടന്നു വന്നപ്പോൾ അവിടുത്തെ നെറ്റിത്തടപ്പിൽ നിന്ന് അടിച്ചു വീശുന്ന പ്രകാശത്തിന്റെ പ്രോജ്വലമായ പ്രഭാകിരണങ്ങൾ കൊണ്ട് സൂചി പോലും നോക്കിയെടുക്കാൻ പറ്റിയെന്ന് ആയിഷ ബീവി പറഞ്ഞല്ലോ. ആ പ്രകാശം ബഖീന്റെ ഭാഗത്ത് നിന്ന് വരികയാ. അള്ളാന്റെ റസൂല് ബഖീന്റെ ഭാഗത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആയിഷ ബീവി ഓടുകയാ. ഓടി ചെന്നിട്ട് റസൂലുള്ളാഹിനെ വാരി പുണരുകയാ. നബിയേ, നിങ്ങൾ എന്താ പറയാതെ പോയത്? ആയിഷ ബീവിയോട് തങ്ങൾ ചോദിച്ചു, നീ പേടിച്ചു പോയോ? ആയിഷ ബീവി കിട്ടിയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ സങ്കടം, ഇതിന്റെ എല്ലാത്തിന്റെയും വികാരത്തിന്റെ സംഗമ വേദികയായിക്കൊണ്ട് ആയിഷ ബീവി ചോദിച്ചത് എന്തെന്നറിയോ? ഒരു കമന്റ് ആയിരുന്നു. ഒന്നിലധികം ഭാര്യമാരുള്ള ഒരു ഭർത്താവിനെ പിന്നെ പേടിക്കാതിരിക്കുവോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാക്കതാ. അവിടെ റസൂൽ പറയുകയാണ്, ആയിഷ, ഇന്നത്തെ രാത്രി അറിയോ, കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമകൂപങ്ങളെക്കാൾ അള്ളാഹു അടിമകൾക്ക് പാപം പുറത്തു കൊടുക്കുന്ന രാത്രിയാ. കൽബ് ഗോത്രം എന്ന് പറയുന്നത് ധാരാളം ആടുകളെ വളർത്തുന്ന കൗമാണ്. അവരുടെ ആടുകൾക്ക് മറ്റ് കൗമിനില്ലാത്തൊരു പ്രത്യേകതയുണ്ട്, രോമം കൂടുതലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപം ചെയ്താൽ ഇന്നത്തെ രാത്രി അല്ലാഹ് പുറത്തു കൊടുക്കുന്ന രാവല്ലയോ ആയിഷ? ആ രാവേതാണ്? ബറാത്തിന്റെ രാവാ. സഹോദരങ്ങളെ, എല്ലാ രാത്രികളും ഒരുപോലെയല്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാ പകലുകളും ഒരുപോലെയാണോ? ഏറ്റവും ശ്രേഷ്ഠമായ പകലേതാണ്? യൗമ അറഫ. അറഫ ദിവസത്തിന്റെ പകലല്ലേ? 45 ലക്ഷം ആളുകളാണ് ഈ വർഷത്തെ ഹജ്ജിനു വേണ്ടി അറഫയിൽ ഒരുമിച്ച് കൂടിയത്. അറഫാത്തിന്റെ ഏതോ ഒരു ഭാഗത്ത്, ഒരു ടെന്റിന്റെ ഓരത്ത് 45 ലക്ഷം ഹാജിമാരുടെ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ വർഷം ഈ വിനീതനും ഒരു ചെറിയ സ്ഥലം കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 45 ലക്ഷം ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന സംഗമഭൂമി, ആ പരിശുദ്ധമായ അറഫാ ദിവസത്തിന്റെ പകലുണ്ടല്ലോ, അത് ശ്രേഷ്ഠമായ പകലാ. എല്ലാ സായാഹ്നവും ഒരുപോലെയാണോ? എല്ലാ വൈകുന്നേരവും ഒരുപോലെയാണോ? എല്ലാ മധ്യാഹ്നവും ഒരുപോലെയാണോ? എല്ലാ സുപ്രഭാതവും ഒരുപോലെയാണോ? അല്ല. എല്ലാ പള്ളികളും ഒരുപോലെയാണോ? അല്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ? അല്ല. എല്ലാ സ്ത്രീകളും ഒരുപോലെയാണോ? അല്ല. എല്ലാത്തിനും വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ട് സമയം പല രീതിയിൽ നമ്മുടെ മുന്നിൽ വരും. നിങ്ങൾ നോക്കിയേ, ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ ചില സന്ദർഭങ്ങളിൽ നിസ്കാരത്തെക്കാൾ പുണ്യമുള്ളതായിരിക്കും. ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ പള്ളിയിൽ ഇഅ്തികാഫ് തസ്ബീഹും തഹ്ലീലുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ചില സമയങ്ങളിൽ ഔട്ടിൽ, പള്ളിയുടെ പുറത്തു നിന്ന് നമുക്ക് കിട്ടും. പള്ളിക്കകത്ത് ഇരിക്കുന്നവനാണോ പള്ളിയുടെ പുറത്ത് നിൽക്കുന്നവനാണോ ശ്രേഷ്ഠത കൂടുതലെന്നൊരാൾ ചോദിച്ചാൽ ഒറ്റ മറുപടി കൊടുക്കാൻ പറ്റൂലെന്നായി പറയുന്നേ. ചിലപ്പോ പള്ളിക്കകത്തിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത പുറത്ത് നിൽക്കുന്നതിനുണ്ടാവും. അതെങ്ങനെയാ? മസ്ജിദുൻ നബവിക്കകത്തിരിക്കുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ ആകെ സങ്കടത്തിലാണ്, ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്, കടം വാങ്ങിയതാണ്, ഇപ്പൊ എന്റെ കയ്യിലില്ല, അവധി 2-3 ആഴ്ച കൂടി വാങ്ങിയാൽ കൊള്ളാമായിരുന്നു, പക്ഷെ ഞാൻ ചോദിച്ചാൽ അദ്ദേഹം അവധി തരൂല, നിങ്ങൾ പറഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇഅ്തികാഫിരിക്കുന്ന ഇബ്നു അബ്ബാസ് തങ്ങൾ എവിടെയാ? മസ്ജിദുൻ നബവി. എഴുന്നേറ്റു അദ്ദേഹം, പുറത്തിറങ്ങി ചെരുപ്പ് ധരിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം അങ്ങോട്ട് ഉണർത്തുകയാണ്. എന്താണെന്നറിയോ? അങ്ങ് ഇഅ്തികാഫിലല്ലായിരുന്നോ? ഞാനായിട്ട് അങ്ങയുടെ പുണ്യം കളഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങൾ
തിരു റൗളാ ഷരീഫിലേക്ക് ചൂണ്ടിക്കിട്ട് പറഞ്ഞു, ദാ ഈ കിടക്കുന്ന എന്റെ നായകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ഹദീസിൽ കാണാം, ആ കാലത്ത് ആ അടുത്ത സമയത്ത് റസൂലുള്ളാഹിയുടെ വഫാത്ത്, അതുകൊണ്ടാ കരഞ്ഞുപോയത്. എന്നിട്ട് പറഞ്ഞു, ആ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നൊരു സമയം, ആ സമയം ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ, ചിലപ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുറച്ച് കടം മാറി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് ഒന്ന് സംസാരിച്ചാൽ അദ്ദേഹത്തിന് ഒരു വീട് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാളുടെ ഏതെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ ഈ മസ്ജിദ് നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ്, എത്രയോ വർഷത്തെ ഇഅ്തികാഫിനേക്കാൾ പുണ്യമാണ് പുറത്തേക്ക് പോയി ഒരു സഹോദരന്റെ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് എന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ കരഞ്ഞുവെന്നാണ്.